ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പാവയ്ക്ക വെച്ചിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. പാവയ്ക്കയാണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അത്ര ടേസ്റ്റാണ്. കൈപ്പൊട്ടും ഇല്ലാതെ നല്ല രീതിക്ക് നല്ലൊരു തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ 2 പാവയ്ക്ക, കപ്പിൽ നോക്കുമ്പോൾ 3 കപ്പിനുണ്ടായിരുന്നു മുറിച്ചപ്പോൾ. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചതാണ്. തീരെ പൊടിയാക്കണ്ട. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പും കൂടി, പാവയ്ക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണേ. അത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിനകത്ത് ചേർക്കാൻ പോവുകയാണ്. ഈ കയ്പ്പ് മാറും, രുചിയും കൂടും. അതിലേക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ പിഴിഞ്ഞ പുളിയാണ്. ആ വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പാവയ്ക്കയിലേക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം മതിയാകും. 5 മുതൽ 7 മിനിറ്റ് വരെ ആകും വെന്ത് കിട്ടാനായിട്ട്. മുഴുവനായിട്ടും വേകണ്ട, ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. പാവയ്ക്ക വേകണം, പക്ഷെ കുഴയാൻ പാടില്ല. കാരണം നമ്മളിനി തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് സവാളയുടെ കൂടെ കുറച്ചുകൂടെ വേകാനുള്ളതാണ്. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പുളിയുടെ വെള്ളവും പാവയ്ക്കയിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ കാണും. അപ്പം അതൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ മാത്രം വേവിച്ചാൽ മതിയാകും. വീണ്ടും അടച്ചു കൊടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് ഇനിയും. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം. ഇനി അടച്ചു കൊടുക്കണ്ട, ഒരല്പം വെള്ളം മാത്രമേ വറ്റാനുള്ളൂ. തുറന്ന് തന്നെ ഇരുന്നോട്ടെ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ വെള്ളവും കൂടി വറ്റിക്കിട്ടും. പാവയ്ക്ക നല്ല രീതിക്ക് ഒരു 80% വെന്ത് കാണും. കണ്ടോ, വെള്ളം വറ്റി. നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഈ മൺചട്ടിയിൽ തന്നെ വെക്കണ്ട. കാര്യം ഇരുന്ന് ഒന്നുകൂടെ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാറ്റി വയ്ക്കാം. പാവയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഉഴുന്ന് പരിപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി 1 ടീസ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് ചേർക്കുന്ന സമയത്ത് പാവയ്ക്ക നമ്മൾ തോരൻ കഴിക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അതൊരു നല്ല ടേസ്റ്റാണ്. ഉഴുന്നും കടുകും കൂടി നന്നായിട്ട് മൊരിയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായി മൂത്ത ശേഷം ഒരു മീഡിയം സവാളയാണിത്, ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാനൊരു 25 എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് തോരന് വരുന്നത്. അതും കൂടി ചേർക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവാള തന്നെ ചേർത്താലും മതിയാകും. ചെറുതായിട്ടൊന്ന് വെളുത്ത് വരണം. ഒരുപാട് വഴണ്ട് പോകേണ്ട കാര്യമില്ല. നന്നായി സവാള മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പാവയ്ക്കയുടെ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിരിയമുളകിൻ്റെയും സാദാ മുളകിൻ്റെയും ചേർത്ത് പൊടിച്ച പൊടിയാണ്. വലിയ എരിവില്ല, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർക്കുന്നത്.
അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയാൽ മതി. ഇപ്പം ഫ്ലെയിം ഹൈയിലിരിക്കുവാണ്. ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ പൊടിയുടെയൊക്കെ പച്ചമണം മാറും. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പാവയ്ക്ക ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും സവോളയും മസാലയും എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി സവോളയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട് ഇതിൽ, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തീ കുറയ്ക്കണ്ട, ഹൈയിൽ തന്നെ മതിയാവും. ഇനി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. പാവയ്ക്ക ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട, കഷ്ണങ്ങളൊക്കെ നല്ല ഫേമായിട്ട് നിൽക്കണം. പാവയ്ക്ക ഇങ്ങനെ കിടക്കട്ടെ. ഈ സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാനൊരു മിക്സി ജാറിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ കൂടെ ഒരു മുറി തേങ്ങ, വലിയ മുറി തേങ്ങയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോകേണ്ട കാര്യമില്ല. പാവയ്ക്ക ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി വെക്കാം. അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങാക്കൂട്ട് നമ്മൾ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം അടുപ്പത്തിടാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ നോക്കണം. ഇനി തേങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ കുറവ് ഉപ്പ് മാത്രമേ ഉള്ളൂ, അതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പാവയ്ക്കയും സവാള മിക്സും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഒരേ 1 മിനിറ്റ് മാത്രം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറാനുണ്ട്. തുറന്നിട്ട് നോക്കാം. നന്നായിട്ട് പാവയ്ക്ക നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പാവയ്ക്ക പൊരിയൽ അഥവാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റവുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.